നമസ്കാരം. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ചാപ്റ്ററാണ്. പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കൂടി ലിമിറ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിവിടേക്ക് വേണ്ട രണ്ട് പുതിയ ഫങ്ഷൻസ് പരിചയപ്പെടാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫങ്ഷൻസ് ആണ്. നിങ്ങൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ കുറച്ച് സ്റ്റാൻഡേർഡ് റിയൽ ഫങ്ഷൻസ്, അവരുടെ ഡൊമൈന്, റേഞ്ച്, ഗ്രാഫ് ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ തേർഡ് ചാപ്റ്റർ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, പ്രത്യേകമായിട്ടൊരു ചാപ്റ്ററിൽ 6 ഫങ്ഷൻസ്, അവരുടെ ഡൊമൈന്, റേഞ്ച്, ഗ്രാഫ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസ് ആണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഫംഗ്ഷന്റെ പേരാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ കയ്യിൽ ഒരു ബേസ് വേണം. ഒരു ബേസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ആ ബേസിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. ആ ബേസ് പോസിറ്റീവ് ആവണം, 1 ആവാൻ പാടില്ല. അപ്പൊ ഈ a greater than 0, a not equal to 1, then the function defined by y equal to f of x equal to a raised to x is called the exponential function to the base a. അപ്പൊ എക്ക് എന്താണ് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മൾ ലോഗ് ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഒക്കെ തന്നെയാണ് അതിനും. എ പോസിറ്റീവ് ആവണം എന്ന് പറയാൻ കാരണം, എ നെഗറ്റീവ് ആണെങ്കിൽ എന്റെ പവറിൽ ചില പ്രത്യേക നമ്പർ ഒക്കെ ഇടുമ്പോൾ റിയൽ നമ്പർ അല്ലാത്ത വിഷയം വരും. എ 0 ആകുമ്പോഴുള്ള പ്രശ്നം, 0ന്റെ എല്ലാ പവറും നമുക്ക് കാണാൻ പറ്റില്ല, നെഗറ്റീവ് പവറൊന്നും കാണാൻ പറ്റില്ല. 0 raised to 0 നോട്ട് ഡിഫൈൻഡ് ആണ്. 1 എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, 1ന്റെ എല്ലാ പവറും 1 തന്നെയാണ്. അപ്പൊ 1ന്റെ പവറിൽ ഏത് നമ്പർ ഇട്ടാലും 1 തന്നെ കിട്ടും. അപ്പൊ എല്ലാ എക്സിനും ഒരു y വരും. എല്ലാ എക്സിനും ഒരു y വരുമ്പോൾ അതിനെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞതാണ് സെക്കൻഡ് ചാപ്റ്ററിൽ. അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മൾ എനെ ഇത്രയും റെസ്ട്രിക്ഷൻ പറഞ്ഞു. എന്നിട്ട് ഈ ഫംഗ്ഷന്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബേസ് ആദ്യമേ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ബേസ് കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇതിലേക്ക് നമ്മൾ ഒരു എക്സിന് അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ മുപ്പർ ചെയ്യുന്ന പണി ആ എന്റെ പവറിൽ എക്സ് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരും. അപ്പൊ എക്സ് എന്ന നമ്പർ കൊടുക്കുമ്പോൾ അതിന്റെ ഇമേജ് എ റൈസ് ടു എക്സ് ആണ്. എ ഓൾറെഡി ഫിക്സഡ് ആണ്. എന്റെ റെസ്ട്രിക്ഷൻ എല്ലാത്തിനും ഒരേ അല്ല. എ ഒരുപാട് എടുക്കാം, പക്ഷെ എന്റെ കാര്യം പോസിറ്റീവ് ആവണം, 1 ആവാൻ പാടില്ല. ഇനി തൊട്ടുടനെ നമുക്ക് വേണ്ടത് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ പറയുമ്പോൾ അതിന്റെ ഡൊമൈന് ഏതാണ്, സെറ്റ്, അതിന്റെ റേഞ്ച് ഏതാണ്, അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇനി ഇവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ഡൊമൈൻ നേരിട്ട് ഞാൻ അങ്ങോട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല. ഡൊമൈനും റേഞ്ചും മനസ്സിലാവാൻ വേണ്ടി ഞാൻ 2-3 ടേബിള് വാല്യൂ കൊടുത്ത് പരിചയപ്പെടുത്താം. ആദ്യത്തെ ഒരു ടേബിള് എക്സ് കറസ്പോണ്ടിങ് ആയിട്ട് y is equal to exponential function to the base 2 ആയിക്കോട്ടെ, 2 raised to x. അപ്പൊ മൂപ്പര കയ്യിലുള്ള ബേസ് 2 ആണ്. നമ്മൾ എന്ത് എക്സാ കൊടുക്കുന്നത്, ആ കൊടുക്കുന്ന എക്സിനെ 2ന്റെ പവറിലിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തിരിച്ചു തരും. ഞാൻ എക്സിന് 1 ആ കൊടുത്തത്. അപ്പൊ എന്താ ഇയാൾ തരാ, ഇയാൾ മടക്കി തരാ 2 raised to 1 അഥവാ 2. ഞാൻ എക്സിന് 2 raised to 2 4, 3 കൊടുത്തപ്പോ 2 cube 8, 4 ഇട്ടപ്പോ 16, 5 ഇടുമ്പോ 2 raised to 5 32. അതങ്ങനെ പോകും. ഇനി ഞാൻ കൊടുക്കാൻ പോകുന്ന നമ്പർ എക്സിന് 0 ആണ്. 2 raised to 0, 2 raised to 0 1. എക്സിന് -1 ഇട്ടു, 2 raised to -1 1/2, -2 2 raised to -2 1/4. ഇനി ഞാൻ കൊടുക്കുന്നത് 1/2 ആണ്. 1/2 ഇടുമ്പോൾ 2 raised to 1/2, 2 raised to 1/2 എന്ന് പറഞ്ഞാൽ raised to 1/2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ടാണ്. അപ്പൊ √2 തരും. 1/3 ഇട്ടാൽ ക്യൂബ് റൂട്ട് ഓഫ് 2. ഇങ്ങനെ ഒരുപാട് നമ്പർ ഇനിയും ഇടാം, ആൻസർ കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ സൈഡില് നിങ്ങൾക്ക് ഏത് റിയൽ നമ്പർ കൊടുക്കാം. അതുകൊണ്ട് ഈ സൈഡിൽ സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ് ആണ്. ഈ സൈഡിൽ നിങ്ങൾ കിട്ടിയത്തോളം നോക്ക്, കിട്ടിയിടത്തോളം നമ്പറുകളെല്ലാം പോസിറ്റീവാ. ഇനി കിട്ടാനുള്ളതെല്ലാം പോസിറ്റീവാ. 0 കിട്ടില്ല, നെഗറ്റീവ് കിട്ടില്ല. നെഗറ്റീവ് നമ്പർ ഇടുമ്പോഴും ആൻസർ പോസിറ്റീവാ, 0 ഇടുമ്പോഴും ആൻസർ പോസിറ്റീവാ. അപ്പോ ഈ സൈഡില്, വൈന്റെ സൈഡില് ഓൺലി പോസിറ്റീവ് നമ്പേഴ്സ് വി ആർ ഗെറ്റിംഗ്. അതിന് നമ്മൾ എഴുതല് ഓപ്പൺ ഇന്റർവെൽ 0 ഇൻഫിനിറ്റി. ഇനി വീണ്ടും അടുത്തൊരു ടേബിൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എക്സ് വൈ ഈക്വൽ ടു, ഞാൻ ബേസ് കുറച്ചും കൂടി വലുതാക്കി 10 ബേസ് ആക്കി. എക്സിന് 1 ഇട്ടു, അപ്പൊ 10 raised to 1 10, എക്സിന് 2 10 raised to 2
100, 3 ഇടുമ്പോൾ 1000, 4 ഇടുമ്പോൾ 10,000, 0 ഇടുമ്പോൾ 10⁻01, -1 ഇടുമ്പോൾ 1/10 അഥവാ 0.1, -2 ഇടുമ്പോൾ 1/100 0.01, 1/2 ഇടുമ്പോൾ √10, 1/3 ഇടുമ്പോൾ √10 എക്സെട്ര. ഈ സൈഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു ക്യാൻ ഗിവ് എനി റിയൽ നമ്പർ. ഇവിടെ ഓൺലി പോസിറ്റീവ് നമ്പേഴ്സ് വിൽ ബി ദ ഓപ്പൺ ഇന്റർവൽ 0 ഇൻഫിനിറ്റി. ഇപ്പൊ നമ്മൾ രണ്ട് ബേസ്, ഒന്ന് 2 എടുത്തു, ഒന്ന് 10 എടുത്തു. ഈ രണ്ട് നമ്പറും 1-നെക്കാട്ടി കൂടുതലാണ് നമ്മൾ എടുത്ത്. 1-നെക്കാട്ടി കൂടുതലാണ് നിർബന്ധമല്ല, 0-നെക്കാട്ടി കൂടുതൽ 1 അല്ലാത്ത ഏത് നമ്പറും ആവാം. അപ്പൊ അടുത്തൊരു ബേസ് നമ്മൾ എടുക്കുന്നത് 0-നും 1-ന്റെ ഇടയ്ക്കുള്ള ഒരു ബേസ് എടുക്കാം. പെട്ടെന്ന് പവർ പറയാൻ പറ്റിയൊരു ബേസ് ആയിക്കോട്ടെ. 0.1 ആണ് ഞാൻ എടുത്ത ബേസ്. അപ്പൊ എക്സ് കൊടുക്കുമ്പോ എന്താണ് മറുപടി? 0.1 റേസ് ടു എക്സ്. എക്സിന് 1 ഇട്ടു, 0.1 കിട്ടും. എക്സിന് 2 ഇട്ടു, 0.1 സ്ക്വയർ 0.01. 3 ഇട്ടാൽ 0.001. 4 ഇട്ടാൽ 0.0001. 0 ഇട്ടാൽ റേസ് ടു 0 ആകുമ്പോൾ 1 ആവും. -1 ഇട്ടാൽ 0.1 റേസ് ടു -1. 1/0.1. 1/0.1 എന്ന് പറഞ്ഞാൽ 10. -2 ഇടുമ്പോൾ 100, -3 ഇടുമ്പോൾ 1000, 1/2 ഇടുമ്പോൾ √0.1 എക്സെട്ര. ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ് ഭാഗത്ത് ഓൾ റിയൽ നമ്പേഴ്സ്, വൈന്റെ ഭാഗത്ത് ഓൺലി പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, ഓപ്പൺ ഇന്റർവൽ 0 ഇൻഫിനിറ്റി. അപ്പൊ നിങ്ങൾ ഇനി മനസ്സിലാക്കിക്കോ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അനുവദിക്കപ്പെട്ട ഏത് ബേസിൽ എടുത്താലും അതിന്റെ ഡൊമൈന് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, അതിന്റെ റേഞ്ച് ഓൺലി പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പൊ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കേട്ടാൽ ഡൊമൈനും റേഞ്ചും മനസ്സിലേക്ക് വരിക. എല്ലാ റിയൽ നമ്പറും എക്സിന് കൊടുക്കാം, അതുകൊണ്ട് ഡൊമൈൻ 6 ആണ്. റേഞ്ച് നമുക്ക് വൈ വാല്യൂ ആയിട്ട് കിട്ടുക പോസിറ്റീവ് നമ്പർ മാത്രമേ കിട്ടൂ. അപ്പൊ വൈ വാല്യൂ ആണല്ലോ റേഞ്ച്, അതുകൊണ്ട് റേഞ്ച് ഓപ്പൺ ഇന്റർവൽ 0 ഇൻഫിനിറ്റി ആണ്. ഇനി ഇതിന്റെ ഗ്രാഫും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലേ ഗ്രാഫ് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഗ്രാഫ് വരക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് അറിയാം എക്സ് വാല്യൂ ഡൊമൈന്, വൈ വാല്യൂ റേഞ്ച്, എക്സ് വാല്യൂ ഡൊമൈൻ വാല്യൂ എക്സ് ആക്സിൽ, റേഞ്ച് വാല്യൂ വൈ ആക്സിൽ. അതുകൊണ്ട് തന്നെ ഡൊമൈൻ 6 ആയതുകൊണ്ട് എക്സ് ആക്സിസ് കംപ്ലീറ്റ് നമ്മുടെ ഗ്രാഫിൽ വേണ്ടി വരും. എക്സ് ആക്സിസ് കംപ്ലീറ്റ് വേണ്ടി വരും. റേഞ്ച് 0ന്റെ മേലോട്ട് ആയതുകൊണ്ട് വൈ ആക്സിസ് 0ന്റെ മേലോട്ട് പോസിറ്റീവ് സൈഡിൽ മാത്രം മതി. അപ്പൊ ഏതൊക്കെ ക്വാഡ്രന്റാ വരിക? എക്സ് ആക്സിസ് കംപ്ലീറ്റ് വേണം, വൈ ആക്സിസ് പോസിറ്റീവ് സൈഡ് മാത്രം മതി. അപ്പൊ വരുന്ന ക്വാഡ്രന്റ് യെസ് ഫസ്റ്റും സെക്കൻഡും. അപ്പൊ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഗ്രാഫ് ഫസ്റ്റിലും സെക്കൻഡിലും ആയിട്ടാണ് വരിക. അത് ആദ്യം മനസ്സിലാക്കാം. തേർഡ് ഫോർത്തിൽ ഗ്രാഫ് വരില്ല. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഗ്രാഫ് ഒരിക്കലും എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യില്ല, ടച്ച് ചെയ്യില്ല. കാരണം എക്സ് ആക്സിനെ ടച്ച് ചെയ്യുകയോ ക്രോസ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ വൈ വാല്യൂ 0 വരണം. നമ്മുടെ വൈ വാല്യൂ 0 ഇല്ല, ഓപ്പൺ ഇന്റർവൽ 0 ഇൻഫിനിറ്റി ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഈ ടേബിൾ എഴുതിയപ്പോൾ ഈ 3 ടേബിളിലും വി ഹാവ് എ കോമൺ എക്സ് വൈ. കോമൺ എക്സ് വൈ 0 1, ഇവിടെയുണ്ട് 0 1, ഇവിടെയുണ്ട് 0 1. ഇത് എല്ലാ ടേബിളിലും ഉണ്ടാവും. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ എക്സിന് 0 ഇടുമ്പോൾ ഏത് ബേസ് എ നിങ്ങൾ എടുത്താലും എ റേസ് ടു 0 1 ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0 ഇടുമ്പോൾ വൈ 1 കിട്ടൂ. അപ്പൊ എല്ലാ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെയും ഗ്രാഫ്, എല്ലാ ബേസിലും ഗ്രാഫ് 0 1 എന്ന പോയിന്റിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യും. 0 1 മാത്രമേ മീറ്റ് ചെയ്യൂ, വേറെ പോയിന്റുകളിലൊന്നും മീറ്റ് ചെയ്യില്ല. വേറെ ഓരോരുത്തർ ഓരോ വൈക്കാ പോവുക. അതും മനസ്സിലായി. അപ്പൊ 0 1 എവിടെ ഉണ്ടാവുക? നമ്മൾ മാർക്ക് ചെയ്താല് 0,1 എന്ന പോയിന്റ് എവിടെ ഉണ്ടാവുക? വൈ ആക്സിസില് പോസിറ്റീവ് സൈഡിൽ മേലെ 0,1. ആ പോയിന്റിൽ വെച്ചിട്ട് എല്ലാ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെയും ഗ്രാഫ് മീറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ടേബിളിലേക്ക് നമ്മൾ പരിശോധിച്ചാൽ ഒന്നാമത്തെ ടേബിളിൽ ബേസ് 2 ആണ്. ഇവിടെ എക്സ് വാല്യൂ കൂടുമ്പോ വൈ വാല്യൂ കൂടല്ലേ? എക്സ് കൂടുമ്പോ വൈ കൂടുകയാണ്. അതാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനിൽ എക്സ് കൂടുമ്പോൾ വൈ കൂടുകയാണ്, ഇൻക്രീസിങ് എന്നാ പറയാ. ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ വേറെ ചാപ്റ്ററിൽ സെക്കൻഡിൽ പഠിക്കും.
രണ്ടാമത്തെ ടേബിളിലും എക്സ് വാല്യൂ കൂടുമ്പോൾ വൈ വാല്യൂ കൂടുകയാണ്. അപ്പൊ ഇതും ഇൻക്രീസിംഗ് ആണ്. ആദ്യത്തെ രണ്ടും ഇൻക്രീസിംഗ് ആണ്. മൂന്നാമത്തെ ടേബിളിൽ എക്സ് വാല്യൂ കൂടുമ്പോൾ വൈ വാല്യൂ കുറയാണ്. അത് ഡിക്രീസിംഗ് ഫംഗ്ഷനാണ്. എക്സ് കൂടുമ്പോൾ വൈ കുറയുന്ന കേസാണ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ. അപ്പൊ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ ഇൻക്രീസിംഗും ഉണ്ട് ഡിക്രീസിംഗും ഉണ്ട്. എപ്പോഴാ ഇൻക്രീസിംഗ് ചോദിച്ചാല് ബേസ് 1നെക്കാട്ടി കൂടുതലാണെങ്കിൽ അത് ഇൻക്രീസിംഗ് ആണ്. ബേസ് 0ന്റെയും 1ന്റെയും ഇടയ്ക്കുള്ള നമ്പർ ആണെങ്കിൽ അത് ഡിക്രീസിംഗ് ആണ്. അപ്പൊ കയറി പോകുന്ന ഗ്രാഫും ഉണ്ടാവും, ഇറങ്ങി വരുന്ന ഗ്രാഫും ഉണ്ടാവും. പിന്നെ ഇൻക്രീസിംഗ് തന്നെ അതിന്റെ സ്പീഡ് ഒന്ന് നോക്കിയാല് 2 ബേസ് ആയപ്പോ ഇൻക്രീസിംഗ് നോക്കാം. 1 2 ആയപ്പോ 2 4 ആയി, 2 3 ആയപ്പോ 4 8 ആയി, അങ്ങനെ പോകുന്നുണ്ട്. 10 ബേസ് ആയപ്പോ 1 2 ആയപ്പോ 10 കയറി 100 ആയി. 2.3 എത്തിയപ്പോ വൈ വാല്യൂ 100 കയറി 1000 ആയി. കുറച്ച് സ്പീഡ് കൂടുതലാ അല്ലേ? അപ്പൊ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ ബേസ് 1നെക്കാട്ടി കൂടുതലാണെങ്കിൽ ഇൻക്രീസിംഗ് ആണ്. അതിൽ തന്നെ ബേസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇൻക്രീസിംഗിന്റെ സ്പീഡ് കൂടും. ഓക്കെ, ഇത് ബേസ് 0ന്റെയും 1ന്റെയും ഇടക്കാണ്, ഡിക്രീസിംഗ് ആണ്. അപ്പൊ ഞാൻ ടേബിളൊക്കെ വായിച്ചിട്ട് ഇനി അതിന്റെ ഗ്രാഫ് ഒന്ന് സ്കെച്ച് ചെയ്യാൻ പോവാണ്. റഫായിട്ടുള്ള ഗ്രാഫ് മതി, എന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഷേപ്പ് അറിഞ്ഞിരിക്കണം. ആ ഗ്രാഫ് മനസ്സിലുണ്ടെങ്കിൽ പിന്നെ ഡൊമൈനും റേഞ്ചും ഒക്കെ പെട്ടെന്ന് വന്നോളൂ കേട്ടോ. അപ്പൊ ഏതൊക്കെ ക്വാഡ്രന്റ് പറഞ്ഞത്? ഫസ്റ്റും സെക്കൻഡും. എല്ലാവരും മീറ്റ് ചെയ്യുന്ന ഒരേ ഒരു പോയിന്റ് 0,1. ഇൻക്രീസിംഗും ഉണ്ട് ഡിക്രീസിംഗും ഉണ്ട്. ഇവിടെയാണ് 0,1 ഉണ്ടാവുക, അറിയാലോ? 0,1 ഇവിടെ വെച്ചിട്ട് എല്ലാവരും മീറ്റ് ചെയ്യും. റഫ് ഫിഗർ ആണ്. നമുക്ക് ആദ്യം 2x ഒന്ന് വരച്ചാൽ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ പോകുന്ന ഒരു കർവാണ് y = 2x. രണ്ട് സൈഡിലേക്ക് ഞാൻ ആരോട്ടേന്റെ അർത്ഥം അതങ്ങനെ പോവും, അറ്റം കാണാൻ പറ്റില്ല. ഇത് സ്കെയിൽ വെച്ചിട്ട് വരക്കാൻ പറ്റില്ല, സ്ട്രെയിറ്റ് ലൈൻ അല്ല, സ്മൂത്ത് ആയിട്ടുള്ള കർവാണ്. റഫ് ആയിട്ടുള്ള ഷേപ്പാണ് ഞാൻ വരച്ചത്, കറക്റ്റ് മെഷർ ചെയ്തിട്ടൊന്നുമില്ല. ഇത് മതി. ഈ ഇതിൽ തന്നെ നമ്മൾ 10x വരക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി വേഗം പോകുന്നുണ്ടാവും. അപ്പൊ 10x ഇതിൽ തന്നെ വരക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഷേപ്പ് ഈ ഒരു ഭാഗം കുറച്ചുകൂടി y ആക്സിലേക്ക് ചേർന്ന് നിൽക്കും, ഇത് കുറച്ചുകൂടി x ആക്സിലേക്ക് ചേർന്ന് നിൽക്കും. ഇതാണ് y = 10x ഒരു ഷേപ്പ് വരിക. ഓക്കെ, ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഈ എന്ന നമ്പർ ഉണ്ടല്ലോ, അത് എപ്പോഴും ബേസ് ആയിട്ട് വരുന്ന ഒരു നമ്പറാണ്. ഈ ബേസ് ആയിട്ട് ലോഗും എക്സ്പോണൻഷ്യലും ഒക്കെ വരും. ഇതിന്റെ വില 2.7 സംതിങ് ആ പറഞ്ഞത്. ഇതിപ്പോ 2 ബേസ് ആണ്, ഇത് 10 ബേസ് ആണ്. അപ്പൊ ഈ ബേസിൽ വരക്കുമ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ്. അതിൽ തന്നെ കുറച്ചും കൂടി 2ന്റെ അടുത്തേക്കുള്ള നമ്പർ ആണ് ഈ 2.7 ആകുമ്പോൾ അത് ഈന്റെ അടുത്തേക്കാണ്, 2ന്റെ അടുത്തേക്കാണ്. അപ്പൊ കുറച്ചും കൂടി ഈ 2x ചേർന്നുകൊണ്ട് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും. y = e(x). ഇപ്പൊ വരച്ചതൊക്കെ ഇൻക്രീസിംഗ് ഷേപ്പാണ്. എന്താ ഇൻക്രീസിംഗ് ഷേപ്പ് പറഞ്ഞാല് എക്സ് കൂടുമ്പോ y കൂടുകയാണ്. എന്നാൽ ഇനി നമ്മൾ മൂന്നാമത് കണ്ട 0.1 ബേസിൽ വരച്ചാൽ, 0.1 ബേസിലുള്ള എക്സ്പോണൻഷ്യൽ വരച്ചാൽ അത് ഡിക്രീസിംഗ് ആവില്ല. അതിങ്ങനെ ഇവിടെ തന്നെ മീറ്റ് ചെയ്യും, പക്ഷെ അത് ഡിക്രീസിംഗിൽ ഇങ്ങനെ പോവുക. 0 സംതിങ്ങിന് ബേസ് എടുത്തിട്ട് നമ്മൾ വരച്ചാൽ ഈ ഷേപ്പ് ആവില്ല. അപ്പൊ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ഉണ്ട് ഡിക്രീസിംഗ് ഉണ്ട്. എപ്പോഴാ ഇൻക്രീസിംഗ്? when the base is more than 1. എപ്പോഴാ ഡിക്രീസിംഗ്? when the base is in between 0 and 1. എല്ലാവരും മീറ്റ് ചെയ്യുന്ന ഒരേ ഒരു പോയിന്റ് 0,1. കാരണം എല്ലാ എക്സ്പോണൻഷ്യലിലും എക്സിന് 0 ഇടുമ്പോൾ വൈന്റെ വാല്യൂ 1 ആണ്. 3 ആണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ഗ്രാഫിനെ നിങ്ങൾ കൊണ്ടുവന്ന് എക്സ് ആക്സിനെ കുത്തിക്കരുത് കേട്ടോ. അതിങ്ങനെ ആരോ ഇട്ടിട്ട് നമ്മളൊന്ന് മാറ്റുക, അത് മുട്ടില്ല. ഞാൻ റീസൺ നേരത്തെ പറഞ്ഞു. അപ്പൊ ഈ ഗ്രാഫ് മനസ്സിലുണ്ടാവുക. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ കയറി പോകുന്ന ഷേപ്പ് എപ്പോഴാണ്? ബേസ് മോർ ദാൻ 1 ആവുമ്പോൾ. ഇറങ്ങി വരുന്ന ഷേപ്പ് എപ്പോഴാണ്? when the base is in between 0 and 1. ഡൊമൈൻ സെറ്റ് ഓഫ് all real numbers. റേഞ്ച് ഓപ്പൺ ഇന്റർവൽ 0 ഇൻഫിനിറ്റി. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഫംഗ്ഷൻ കൂടി പരിചയപ്പെടാനുണ്ട്. അതിന്റെ പേരാണ് ലോഗരിതമിക് ഫംഗ്ഷൻ. ലോഗരിതമിക് ഫംഗ്ഷൻ നമ്മൾ മുമ്പത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ, പ്രീവിയസ് ക്ലാസ്സിൽ ലോഗരിതംസ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ കാര്യങ്ങൾ, എക്സാമ്പിൾസ്, ലോ ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ ഇനി നമ്മളൊരു ഫംഗ്ഷൻ ആയിട്ട് പറയാൻ പോവാം.
അവിടെയും വേണം ഒരു ബേസ്. a greater than 0, a not equal to 1. Then the function defined by y is equal to f of x is equal to log x base a is called logarithmic function to the base a. അപ്പൊ ബേസ് ലോഗിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞ മാതിരി തന്നെ പോസിറ്റീവ് ആണ്, 1 ആവാൻ പാടില്ല. എന്നിട്ട് എന്താ ഈ ഫംഗ്ഷൻ ചെയ്യുന്ന ജോലി? നമ്മളൊരു എക്സ് വാല്യൂ കൊടുക്കുമ്പോൾ അതിന്റെ y കോർഡിനേറ്റ് അഥവാ അതിന്റെ ഇമേജ് ആ എക്സിന്റെ ലോഗരിതം ടു ദ ഫിക്സ്ഡ് ബേസ് എ. എന്റെ വില 10 ആണ് കോമൺ ലോഗരിതം, എന്റെ വില ഇ ആണെങ്കിൽ നാച്ചുറൽ ലോഗരിതം, ബാക്കിയുള്ള വിലകളാണ് അതിന് പ്രത്യേക പേരില്ല. എല്ലാവർക്കും പേരിടാൻ കഴിയില്ല, നിങ്ങൾക്കറിയാം. നമ്പേഴ്സ് തീരാത്തതുകൊണ്ട് ഓരോ നമ്പറിന് ഓരോ പേരിട്ടാൽ നമുക്ക് പേരങ്ങ് തീർന്നു പോകും, നമ്പർ പിന്നെയും ബാക്കിയാവും. ഓക്കെ, അപ്പൊ ഉടനെ തന്നെ നമുക്ക് ഡെഫിനിഷൻ പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ ഡൊമൈനും റേഞ്ചും ഗ്രാഫും വേണം. അപ്പൊ നേരത്തെ പോലെ നമുക്ക് ഒരു ടേബിൾ നോക്കിയിട്ട് അതിന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ഗ്രാഫിലേക്ക് വരാം. അപ്പൊ a greater than 0, a not equal to 1, function defined by fx equal to log x base a is called logarithmic function to the base a. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ഡൊമൈനും റേഞ്ചും നേരിട്ട് എഴുതുന്നതിന് പകരം നമുക്കൊന്ന് നോക്കിയിട്ട് ഒന്ന് പരിചയപ്പെട്ടിട്ട് എഴുതാം. ഡൊമൈനും റേഞ്ചും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോ ടേബിളിലേക്ക് വന്നാൽ ആദ്യത്തെ ഒരു ടേബിൾ എക്സ് y equal to log x base 2 ആയിക്കോട്ടെ. ഞാൻ എക്സിന് 2 ഒന്ന് പെട്ടെന്ന് y പറഞ്ഞേ. log 2 base 2 1. എക്സിന് 4 log 4 base 2 അത് 2. 8 log 8 base 2 3. 16 ഇടുമ്പോ 4, 32 ഇടുമ്പോ 5, അതങ്ങനെ പോകും. 1 ഇട്ടു ഞാൻ എക്സിന്. 1ന്റെ ലോഗ് ഏത് ബേസിലെടുത്താലും 0 ആണ്. പിന്നെ 1/2 2. 1/2 എന്ന് പറഞ്ഞാൽ 2 raised to -1, ആ പവർ ആണ് ലോഗ്. അപ്പൊ അതിന്റെ ലോഗ് -1. 1/4 -2. √2 എന്ന് പറഞ്ഞാൽ 2 raised to 1/2, അപ്പൊ ആ ലോഗ് 1/2 ആണ്. ഈ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ സൈഡിലുള്ളതൊക്കെ പോസിറ്റീവാ. അപ്പൊ ഇവിടെ ഓപ്പൺ ഇന്റർവൽ 0 ഇൻഫിനിറ്റി, ഇവിടെ പോസിറ്റീവും നെഗറ്റീവും 0വും എല്ലാവരും വരുന്നുണ്ട് 6ആണ്. അപ്പൊ നേരത്തെ എക്സ്പോണൻഷ്യലും ഇപ്പോഴത്തെ ലോ കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഡൊമൈനും റേഞ്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്. നമുക്ക് നോക്കാം അടുത്തത്. എക്സ് y equal to log x base 10 ആയിക്കോട്ടെ. എക്സിന് 10 ഇടുമ്പോ log 10 base 10 1, 100 ഇടുമ്പോ 2, 1000 കൊടുത്താൽ 3, 10,000 കൊടുത്താൽ 4, 1ന്റെ ലോഗ് ഏത് ബേസിലും 0. 1/10 എന്ന് പറഞ്ഞാൽ 10 raised to -1. 1/100 അഥവാ 0.01 ഇട്ടാൽ -2, √10 ഇട്ടാൽ 1/2 എക്സെട്ര. ഈ സൈഡില് എല്ലാരും പോസിറ്റീവ്, ഈ സൈഡില് ഓൾ റിയൽ നമ്പേഴ്സ്. ഇനി നമുക്കൊരു 0 പോയിന്റ് ബേസും കൂടി നോക്കാം. എക്സ് y equal to log x base 0.1 ആയിക്കോട്ടെ. എക്സിന് ഞാൻ 0.1 ഇടുമ്പോ 1, 0.01 ഇടുമ്പോ 2 വരും, കാരണം 0.01 കിട്ടാൻ 0.1ന്റെ സ്ക്വയർ. 0.001ന് 3, 0.0001ന് 4, 1ന് 0, 10 ഇട്ടാല് 10 എന്നാ 0.1 raised to -1 ആ. അപ്പൊ 10 ലോഗ് -1. 100 ഇട്ടാൽ അത് -2 ആ, എക്സെട്ര. ഈ സൈഡില് പോസിറ്റീവ്സ് മാത്രം, ഈ സൈഡില് ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പൊ എക്സ്പോണൻഷ്യൽ ലോഗരിതമിക് ഫംഗ്ഷൻസിനെ പരിചയപ്പെട്ട് നോക്കുമ്പോ ഡൊമൈനും റേഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്. ഇവിടെ ഡൊമൈന് പോസിറ്റീവ്സ് മാത്രമാണ്, റേഞ്ച് 6ആണ്. അപ്പൊ log x ഇനി പറയുമ്പോ മനസ്സിൽ വേണം എക്സിന് പറ്റിയ വില പോസിറ്റീവ് നമ്പർ മാത്രം, അതാണ് log xന്റെ ഡൊമൈൻ. എന്നാൽ ലോഗിന്റെ റേഞ്ച്, ലോഗിന്റെ ആൻസർ ആയിട്ട് വരുന്ന നമ്പേഴ്സ് പോസിറ്റീവ് വരും, നെഗറ്റീവ് വരും, 0 വരും, പല ആൻസർ വരും. ഓക്കെ, അപ്പൊ എക്സ്പോണൻഷ്യൽ ലോഗരിതമിക് ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും കമ്പയർ ചെയ്ത് വെക്കുക. എക്സ്പോണൻഷ്യൽ ആകുമ്പോൾ ഡൊമൈൻ 6, റേഞ്ച് പോസിറ്റീവ് നമ്പേഴ്സ്. ലോഗരിതമിക് ഫംഗ്ഷൻ ആകുമ്പോൾ റേഞ്ച് 6, ഡൊമൈൻ പോസിറ്റീവ് നമ്പേഴ്സ്. ഇനി ഗ്രാഫിലേക്ക് വരുമ്പോൾ
നമുക്ക് ഡൊമൈന് പോസിറ്റീവ് നമ്പർ മാത്രം ആയതുകൊണ്ട് എക്സ് ആക്സ് പോസിറ്റീവ് കഷ്ണം മാത്രം മതി. റേഞ്ച് 6 ആയതുകൊണ്ട് വൈ ആക്സ് കംപ്ലീറ്റ് വേണം. അപ്പൊ എന്നാലോചിച്ച് എക്സ് ആക്സ് പോസിറ്റീവ് സൈഡ് മാത്രം, വൈ ആക്സ് കംപ്ലീറ്റ് വേണം. ഏതൊക്കെ ക്വാഡ്രന്റ്? ഫസ്റ്റും ഫോർത്തും. ഫസ്റ്റ് ഫോർത്ത് ക്വാഡ്രന്റിലാണ് ലോഗരിതമിക് ഫംഗ്ഷന്റെ ഗ്രാഫ് വരിക, സെക്കൻഡ് തേർഡിലേക്ക് വരില്ല. പിന്നെ നമ്മുടെ എക്സ് വാല്യൂല് പോസിറ്റീവ് മാത്രം ആയതുകൊണ്ട്, സീറോ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഗ്രാഫ് ഒരിക്കലും വൈ ആക്സിനെ ക്രോസ് ചെയ്യൂല, ടച്ച് ചെയ്യൂല. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 3 ടേബിളിലും വി ഹാവ് എ കോമൺ എക്സ് വൈ. ആ കോമൺ എക്സ് വൈ ഏതാണ്? ആ കോമൺ എക്സ് വൈ 1 ഇടുമ്പോ 0 ആണ് കേട്ടോ, ഞാനിവിടെ മാറിപ്പോയതാണ്. 1 ഇടുമ്പോ 0 ആണ് ലോഗ് വരും. 1ന്റെ ലോഗ് ഏത് ബേസിൽ എടുത്താലും 0 ആണ്. അപ്പൊ 1 0 എല്ലാ ടേബിളിലും ഉണ്ട്. കാരണം 1ന്റെ ലോഗ് ഏത് ബേസിൽ എടുത്താലും 0 ആണ്. 0.1 ബേസ് ആയാലും 10 ആയാലും 2 ആയാലും 100 ആയാലും 1 കോടി ആയാലും ഒക്കെ 1ന്റെ ലോഗ് 0 ആണ്. അപ്പൊ 1 0 എന്ന കോമൺ പോയിന്റ് എല്ലാ ടേബിളിലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രാഫും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും, ഒരു പോയിന്റിലേ മീറ്റ് ചെയ്യൂ. ആ ഒരു പോയിന്റ് 1,0 ആണ്. അത് എക്സ് ആക്സിലാണ്. അത് വെച്ചുകൊണ്ട് ഗ്രാഫിലേക്ക് പോവാണ്. ഇൻക്രീസും ഡിക്രീസും കൂടി ഒന്ന് പരിചയപ്പെട്ട് വെച്ചോ. 2 ബേസുള്ള ഈ ടേബിളില് എക്സ് കൂടുമ്പോൾ വൈ കൂടുകയാണ്. 10 ബേസുള്ള ടേബിളും എക്സ് കൂടുമ്പോൾ വൈ കൂടുകയാണ്. എന്നാൽ 0.1 ബേസിൽ എക്സ് കുറയുമ്പോൾ വൈ കൂടുകയാണ്, അഥവാ എക്സ് കൂടുമ്പോൾ വൈ കുറയാണ്. അപ്പൊ ലോഗരിതമിക് ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ഉണ്ട്, ഡിക്രീസിംഗ് ഉണ്ട്. എപ്പോഴാണ് ഇൻക്രീസിംഗ്? വെൻ ദ ബേസ് ഈസ് മോർ ദാൻ 1. എപ്പോഴാണ് ഡിക്രീസിംഗ്? വെൻ ദ ബേസ് ഈസ് 0 പോയിന്റ്, അഥവാ ഇൻ ബിറ്റ്വീൻ 0 and 1. പിന്നെ ഇൻക്രീസിംഗിന്റെ സ്പീഡ് ഈ 2 ബേസിൽ 2 4 ആയപ്പോ 1 കയറി 2 ആയി. ഇവിടെ 10 100 ആയപ്പോഴാണ് 1 കയറി 2 ആയത്. അപ്പൊ ഇത് കുറച്ചുകൂടി സ്ലോയിലാണ് പോകുന്നത്. അപ്പൊ ബേസ് വലുതാവുന്നതിനനുസരിച്ചിട്ട് ഇൻക്രീസിംഗിന്റെ സ്പീഡ് കുറയലാണ്, എക്സ്പോണൻഷ്യലിൽ കൂടുതലാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ഗ്രാഫും കൂടി സ്കെച്ച് ചെയ്യാം. ഏതൊക്കെയാണ് ക്വാഡ്രന്റ്? ഫസ്റ്റും ഫോർത്തും ക്വാഡ്രന്റ്. എല്ലാ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസും മീറ്റ് ചെയ്യുന്ന ഒരേ ഒരു പോയിന്റ് 1,0. ഇൻക്രീസിംഗ് ഷേപ്പ് എപ്പോഴാണ്? ഇൻക്രീസിംഗ് ഷേപ്പ് when the base is greater than 1. Decreasing shape എപ്പോഴാണ്? when the base is in between 0 and 1. എല്ലാവരും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഇവിടെ ഉണ്ടാവും. എക്സ് ആക്സിൽ 1,0. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ഇൻക്രീസിംഗ് ഷേപ്പിന് ആലോചിക്കാം. 2 ബേസിൽ നമ്മൾ എടുക്കാൻ വിചാരിക്കുക. 2 ബേസുള്ള ലോഗാണ് പോകുന്നതെങ്കിൽ ഏകദേശം ഒരു ഇങ്ങനെ ഒരു ഷേപ്പിൽ y equal to logarithm of x to the base 2. ഇനി ഇത് നമ്മൾ 10 ബേസ് വരക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പതുക്കെ അത് കയറുള്ളൂ. അപ്പൊ ഈ സൈഡ് കുറച്ചുകൂടി ഇങ്ങോട്ട് അമർന്ന് നിൽക്കും, ഈ സൈഡ് ഇങ്ങോട്ട് വൈ ആക്സിലേക്ക് ചേർന്ന് ഈ ഒരു ഷേപ്പിൽ. ഇതാണ് റഫായിട്ട് ലോഗ് എക്സ് ബേസ് 10. എല്ലാവരും മീറ്റ് ചെയ്യുന്ന പോയിന്റ് 1,0. ഇനി നമ്മൾ എക്സ്പോണൻഷ്യൽ നാച്ചുറൽ ലോഗരിതമിക് ഫംഗ്ഷനിലേക്ക് വന്നാൽ ഈ ബേസ് വന്നാൽ ഈ പറയുമ്പോൾ അത് കുറച്ചുകൂടി 2ന്റെ അടുത്തേക്ക് ഉണ്ടാവും. ഇങ്ങനെ പോകും. നാച്ചുറൽ ലോഗരിതമിക് ഫംഗ്ഷൻ ലോഗ് എക്സ് ബേസ് ഇ. ഇതെല്ലാം ഇൻക്രീസിംഗ് ഷേപ്പാണ്. 2 ബേസ് ആയാലും ഇ ബേസ് ആയാലും 10 ബേസ് ആയാലും 100 ബേസ് ആയാലും 2.5 ബേസ് ആയാലും 1.1 ബേസ് ആയാലും ഒക്കെ ഈ ഷേപ്പിലാണ് വരിക. എന്നാൽ 0.1 ബേസ്, 0.2 ബേസ് അല്ലെ 0.35 ബേസ്, 0 പോയിന്റുകളിൽ ഏത് ബേസ് എടുത്താലും അതിങ്ങനെ ഇങ്ങോട്ട് ഡിക്രീസ് ചെയ്ത് താഴോട്ട് ഇറങ്ങി വരുന്ന ഷേപ്പാണ്. അപ്പൊ ഈ കൂട്ടത്തിലാണ് ലോഗരിതമിക് ഫംഗ്ഷൻ വരിക when the base is in between. ഞാനിപ്പോ എക്സാമ്പിൾ 0.1 ആണ് എഴുതിയത്. അത് 0.1 മാത്രമല്ല, ഏത് 0 പോയിന്റ് എടുത്താലും ഈ ഷേപ്പിലാണ് വരിക. അപ്പൊ ഈ ഗ്രാഫ് മനസ്സിലുണ്ടെങ്കിൽ ഡൊമൈനും റേഞ്ചും പിന്നെ നമുക്ക് മാറിക്കൂല. ഈ ഗ്രാഫ് മനസ്സിലുണ്ടെങ്കിൽ ഈ ഗ്രാഫ് കംപ്ലീറ്റ് ആവാൻ എക്സ് ആക്സിസ് എത്രയാണ് വേണ്ടത്? ആക്സിന്റെ പോസിറ്റീവ് കഷ്ണം മാത്രം മതി. അതാണ് ഡൊമൈൻ. ഓപ്പൺ ഇന്റർവൽ 0 ഇൻഫിനിറ്റി. ഈ ഗ്രാഫുകൾ കംപ്ലീറ്റ് ആവാൻ വൈ ആക്സിന്റെ സപ്പോർട്ട് എത്രയാണ് വേണ്ടത്? ഈ ഗ്രാഫ് ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോട്ടിന്റെ അടുത്തത് അങ്ങനെ പോവുകയാണ്, അത് അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് വൈ ആക്സ് കംപ്ലീറ്റ് വേണം. അപ്പൊ റേഞ്ച് 6 ആണ്. എന്നാൽ എക്സ്പോണൻഷ്യൽ നേരെ തിരിച്ചാണ്.
എക്സ് ആക്സ് കംപ്ലീറ്റ് വേണം ഗ്രാഫ് കംപ്ലീറ്റ് ആവണമെങ്കിൽ, അപ്പൊ ഡൊമെയിൻ ആറാണ്. വൈ ആക്സിസ് അവിടെ പോസിറ്റീവ് കഷ്ണം മാത്രം മതി, അപ്പൊ റേഞ്ച് ഓപ്പൺ ഇന്റർവൽ 0 ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഈ രണ്ട് ഫങ്ഷൻസ് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, ഇന്റഗ്രല് ഇതൊക്കെ പഠിക്കേണ്ടി വരും. ഫംഗ്ഷൻ അറിയാതെ അതൊക്കെ പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാകും. കൺസെപ്റ്റ് മനസ്സിലാവാതെ ഇത് എന്താണെന്നറിയാതെ പഠിക്കുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1/x ആണ് എന്ന് സെക്കൻഡ് ഇയറിൽ പഠിക്കും. പക്ഷെ ലോഗ് എക്സ് എന്താണെന്ന് അറിയാത്ത കുട്ടിക്ക് അതിന്റെ ഡെറിവേറ്റീവും അതിന്റെ മീനിങ് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ഫങ്ഷൻസ് ഇപ്പൊ ഞാൻ പരിചയപ്പെടുത്തി. ഇനി നമുക്ക് നമ്മളെ ശരിക്കുള്ള ചാപ്റ്ററിലേക്ക് അടുത്ത ക്ലാസ്സിൽ കിടക്കണം. ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ്. അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.